ഹലോ നമസ്കാരം, ഞാൻ സ്വീറ്റി. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സ്വീറ്റ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പഴയ ഒരു ഫോൺ കവർ ട്രാൻസ്ഫോം ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് നല്ലൊരു അടിപൊളി ഫോൺ കവർ ആക്കുന്നതെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് നമ്മൾ ഏതൊരു ഫോൺ മേടിച്ചാലും അതിൻ്റെ കൂടെ കിട്ടുന്നതാണ് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് കവർ. അത് നമ്മൾ കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ കളറൊക്കെ ഒന്ന് മങ്ങിയൊരു യെല്ലോ ഷെയ്ഡിലേക്ക് മാറുന്നത് കാണാം. അപ്പോൾ ആ ഒരു കവർ നമ്മളൊന്ന് ട്രാൻസ്ഫോം ചെയ്തിട്ട് നല്ലൊരു അടിപൊളി ഫോൺ കവർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്ന മുൻപ് നിങ്ങൾ ഇതുവരെ ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ കൂടിയും പ്രസ് ചെയ്യുക. നിങ്ങൾ ബെല്ലൈക്കൻ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വേണം എനേബിൾ ചെയ്തിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ പഴയൊരു ഫോൺ കേസാണ്. ഈ ഒരു ഫോൺ കേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏതൊരു ഫോൺ മേടിച്ചാലും അതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. ഇത് നമ്മൾ കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മങ്ങിപ്പോകുന്നത് നമുക്ക് കാണാം. പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റ് അക്കർലി കളറാണ്. ഈ ഒരു വൈറ്റ് അക്കർലി കളറ് നമ്മുടെ ആ ഫോൺ കേസിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബേസ് കോട്ടായിട്ടൊന്ന് അടിച്ചു കൊടുക്കണം. എല്ലാ ഭാഗത്തും ഒന്ന് നീറ്റായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. ഇത് എല്ലാ ഭാഗത്തും അടിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷമാണ് നമ്മൾ സെക്കൻഡ് കോട്ടൊക്കെ അടിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് സെക്കൻഡ് കോട്ട് ഇതുപോലെ തന്നെ അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ടും സെക്കൻഡ് കോട്ടും അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ബ്ലാക്ക് അക്കർലി കളറാണ്. പിന്നെ നമ്മളിത് പെയിൻറ്റ് ചെയ്യുന്നത് ബ്രഷ് വെച്ചിട്ടല്ല, സ്പോഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ബ്രഷ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പാച്ചസ് വരും. അത് കാരണം നമ്മൾ സ്പോഞ്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ സ്പോഞ്ച് ബ്ലാക്ക് അക്കർലി കളറിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്പോഞ്ച് വെച്ചിട്ട് ഇതുപോലെ മെല്ലെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആ സ്പോഞ്ച് ഇട്ടിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ തേക്കാൻ പാടില്ല. തേക്കുമ്പോൾ അതിന് ഇങ്ങനെ പാച്ചസ് വീഴും. അപ്പോൾ ഇങ്ങനെ മെല്ലെ നമ്മൾ പ്രസ് ചെയ്തിട്ട് വേണം ഇത് പെയിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഭാഗം വരയ്ക്ക് നമുക്ക് ബ്ലാക്ക് കളർ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഡാർക്ക് ബ്ലൂ കളറാണ്. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ സ്പോഞ്ചിൽ ഈ ബ്ലൂ കളർ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് പെയിൻറ്റ് ചെയ്യാം. നമ്മൾ ഈ ഒരു ബ്ലൂ കളർ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം അടിച്ച ബ്ലാക്ക് കളർ ഡ്രൈ ആവുന്നതിനായിട്ട് മുൻപാണ് നമ്മളിത് പെയിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇതുപോലെ പകുതി പെയിൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ബ്ലാക്ക് കളറും ബ്ലൂ കളറും ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നന്നായിട്ട് ടൈം എടുത്തിട്ട് വേണം നമ്മളിത് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് സ്കൈ ബ്ലൂ കളറാണ്. ഈ ഒരു കളറ് നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂവും ജോയിൻ ചെയ്യുന്ന ആ സ്ഥലത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ബ്ലൂ കളർ ഡ്രൈ ആവുന്നതിനായിട്ട് മുൻപ് ഇതുപോലെ ചെയ്താലാണ് നമുക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിത് ഡ്രൈ ആയതിനു ശേഷം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒട്ടും ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് സമയം എടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ബ്ലൂ കളറും ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റിൽ നമുക്ക് വൈറ്റ് അക്രലിക് കളർ ഇതുപോലെ സ്പോഞ്ചിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം.
ഇനി ആ വൈറ്റും ലൈറ്റ് സ്കൈ ബ്ലൂ കളറും നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷമാണ് നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് കടക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് വൈറ്റ് അക്രിലിക് കളർ എടുത്തതിന് ശേഷം ഔട്ട്ലൈൻ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു നല്ലൊരു ക്വാർട്സ് എഴുതി കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതൊരു ക്വാർട്സ് ഇതിലും എഴുതാം. ഞാനിവിടെ ജോയ് ടു ദ വേൾഡ് എന്നാണ് എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ കാലിഗ്രാഫി ഒക്കെ പഠിച്ചവരാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മളിത് മുഴുവനായിട്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ വൈറ്റ് അക്രിലിക് കളർ എടുത്തതിന് ശേഷം അതിൽ നമ്മുടെ ബ്രഷ് മുക്കിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് സ്പ്ലാറ്റേഴ്സ് ഇട്ട് കൊടുക്കാം എല്ലാ ഭാഗത്തുമായിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഗാലക്സി ഫിനിഷ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ മുഴുവനായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഇങ്ങനെ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അക്രിലിക് കളർ യൂസ് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ പെയിൻറ്റ് ഇളകി വരാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് പ്ലെയിൻ വാർണിഷ് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നോർമൽ ഒരു സിന്തറ്റിക് വാർണിഷ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാർണിഷ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്പോഞ്ചിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാ ഭാഗത്തും നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഈ ഒരു വാർണിഷ് അടിച്ചതിന് ശേഷം ഒരു 2 ദിവസം ഇത് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പഴയൊരു ഫോൺ കേസ് നമ്മളൊരു അടിപൊളി ഗാലക്സി ഫിനിഷിലുള്ള നമ്മളൊരു ഫോൺ കേസാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഏതൊരു ഫോൺ മേടിച്ചാലും നമുക്ക് കിട്ടുന്നതാണ് ഈ ഒരു കവറ്. അപ്പോൾ അത് നമുക്ക് വേസ്റ്റാക്കി കളയാതെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ട് നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. താങ്ക്